തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പൗടിക്കോണം സ്വദേശിയെ ബിനുവാണ് ചെങ്കോട്ടുകോണം സ്വദേശിനി ജി സരിതയെ ആക്രമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് കൂടെ ചേരുകയാണ്. വിജിൻ, ഇപ്പോൾ ഈ സരിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഇത്തരം ഒരു അതിക്രമത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം? കൃത്യമായി അതിക്രമത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ചെങ്കോട്ടുകോണം മേലെ കുണ്ടക്കയത്ത് താമസിച്ചിരുന്ന സരിതയുടെ വീട്ടിൽ 8 മണിയോടെ എത്തിയ ബിനു എന്ന യുവാവാണ് വാക്കുതർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തേക്ക് ഒഴിച്ചത്. പിന്നീട് ഇയാൾ തീപ്പെട്ടി ഒഴിച്ച് തീ വെക്കുകയായിരുന്നു. കന്നാസിൽ 5 ലിറ്റർ പെട്രോളുമായിട്ടാണ് ഇയാൾ വീട്ടിലെത്തിയത് എന്നാണ് പറയുന്നത്. പ്രദേശവാസികൾ ഉൾപ്പെടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം. ചെങ്കോട്ടുകോണത്തെ പൗടിക്കോണം ചെല്ലമംഗലം സ്വദേശിയായ ബിനു 50 വയസ്സുകാരനാണ്. ചെങ്കോട്ടുകോണം സ്വദേശി ജി സരിത 46 വയസ്സുമുണ്ട്. ഇവരുടെ മകളാണ്. തീവെച്ച ഇതിനെ തുടർന്ന് ബഹളം വെച്ചപ്പോഴാണ് പ്രദേശവാസികൾ എത്തി യുവതിയെയും അതുപോലെ തന്നെ യുവാവിനെയും ഇയാൾ തീവെച്ച ശേഷം ഇയാളിലേക്കും തീ പടർന്നതിനെ തുടർന്ന് അടുത്ത കിണറിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. യുവതി ആശുപത്രിയിൽ എത്തിക്കുകയും ഇയാളെ ഫയർഫോഴ്സ് എത്തി കിണറിൽ നിന്ന് കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. 60% പൊള്ളലാണ് സരിതയ്ക്ക് ഏറ്റിരിക്കുന്നത്. സരിത ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴക്കൂട്ട് നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് കിണറ്റിലിറങ്ങി ബിനുവിനെ രക്ഷിച്ചത്. ഇയാൾക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും വെട്ടുകത്തിയും മുളക് പൊടിയും കണ്ടെടുത്തിട്ടുമുണ്ട്. വിജിൻ, ഈ ബിനുവുമായി കുടുംബത്തിന് നേരത്തെ പരിചയമുണ്ടെന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? ഈ ചെങ്കോട്ടുകോണത്ത് വീട്ടിലെത്തിയ ശേഷം ഇവരുമായി വാക്കുതർക്കമുണ്ടാവുകയും അതിനുശേഷമാണ് ഈ പെട്രോൾ ഒഴിച്ച് തീ വെക്കുകയും ചെയ്തത് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇരുവരെയും ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പോലീസിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 8 മണിയോടെയായിരുന്നു സംഭവം. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ പ്രകാരം അക്രമത്തിന് തയ്യാറായി തന്നെയായിരുന്നു പ്രതി എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 ലിറ്ററോളം പെട്രോൾ കന്നാസിൽ കരുതിയാണ് ഇയാൾ എത്തിയത്. ഒപ്പം തന്നെ ഇയാളുടെ വാഹനത്തിൽ മാരകായുധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അത്തരത്തിൽ ഉള്ള ഏത് രീതിയിലുള്ള മോട്ടീവാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. അവനി വിജിനി, അക്രമം നടന്ന സമയം വീട്ടിൽ സരിതയും മകളും മാത്രമാണോ ഉണ്ടായിരുന്നത്? തീർച്ചയായും സരിതയും മകളുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ സരിതയ്ക്ക് പൊള്ളലേറ്റതിനെ തുടർന്ന് മകൾ ബഹളമുണ്ടാക്കിയപ്പോഴാണ് അയൽവാസികൾ ഇക്കാര്യം അറിയുകയും ഓടിയെത്തുകയും ചെയ്തത്. ആ സമയം കൊണ്ട് തന്നെ ബിനു ഈ തീ ശരീരത്തിലേക്ക് പടർന്നതിനെ തുടർന്ന് തൊട്ടടുത്ത കിണറിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. സരിത ആ സമയത്ത് തന്നെ വസ്ത്രത്തിൽ ഉൾപ്പെടെ തീ കത്തിപ്പടർന്നതിനെ തുടർന്ന് ആ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ പിന്നീട് ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സരിതയുടെ ആരോഗ്യ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 60% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 50% പൊള്ളൽ ബിനുവിനും ഏറ്റിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരുടെയും നില ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിയ ശേഷമായിരിക്കും ഇതിലൊരു വ്യക്തത ഉണ്ടാവുക. എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് ഈ തീവെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രതി എത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അവനി ശരി. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പൗടിക്കോണം സ്വദേശിയെ ബിനുവാണ് ചെങ്കോട്ടുകോണം സ്വദേശിനി സരിതയെ ആക്രമിച്ചത്. വിശദാംശങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.